ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിനി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാ അമ്മമാർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ജലദോഷമോ ഒരു പനിയോ വന്നു കഴിഞ്ഞാൽ അവരുടെ മൂക്കടഞ്ഞു കഴിയുന്നതാണ് ഏറ്റവും അധികം പ്രശ്നം, അല്ലേ? അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രൗണിൻ്റെ നേസൽ ആസ്പിറേറ്റർ 1 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അമ്മമാരായ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞിനൊരു ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന പ്രശ്നം എന്തായിരിക്കും? അവരുടെ മൂക്കടയുന്നതായിരിക്കും, അല്ലേ? അവരുടെ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ ചൊവ്വെന്ന് ശ്വാസം വലിക്കാനോ ഒന്ന് പാല് കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നേരെ ചൊവ്വെന്ന് ഉറങ്ങാൻ പോലും അവർക്ക് പറ്റത്തുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അമ്മമാർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും നമുക്ക് പുറത്തോട്ട് വലിച്ചെടുത്ത് കളയാനോ അവർക്ക് തന്നെ അത് വലിച്ച് അല്ലെങ്കിൽ ചുമച്ചത് പുറത്തോട്ട് കളയാനോ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു നേസൽ ആസ്പിറന്റ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതിൻ്റെ റിവ്യൂ ഇടാം എന്ന് വിചാരിച്ചതിൻ്റെ കാരണം തന്നെ എനിക്കിത് ഏറ്റവും അധികം ഹെൽപ്ഫുള്ളാണ്. എൻ്റെ കുഞ്ഞിനിപ്പോൾ 1 വയസ്സും 4 മാസമാണ്. അപ്പം അവൾക്കൊരു 6 മാസം തൊട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അന്ന് തൊട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ കുറേ വീഡിയോ കണ്ടപ്പം ഇതുപോലത്തെ പല പ്രൊഡക്റ്റും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മാനുവലി നമുക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി യൂസ് ചെയ്ത് നോക്കി. പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അവളുടെ മൂക്കിൻ്റെ അകത്തുനിന്നും എനിക്കത് മൊത്തം ഒന്ന് പുറത്തെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ മൂക്ക് ശരിക്കും ക്ലിയർ ആവുന്നുണ്ട്. അപ്പം കുഞ്ഞിന് നല്ലൊരു ആശ്വാസവും കിട്ടുന്നുണ്ട്. അവൾക്ക് ശ്വാസം എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റ്. എന്നാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം, അല്ലേ? അതിൻ്റെ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്. നമ്മൾ എടുത്ത് കഴിയുമ്പം ഇതാണ് ആ മോട്ടർ, ഒരു ആസ്പിറൻ്റ്. അതിൻ്റെ 2 നോസിൽ വരുന്നുണ്ട്, 2 ഡിഫറെൻറ്റ് സൈസിലുള്ളത്. പിന്നെ ബാറ്ററിയും മാനുവലും ഉണ്ട്. അപ്പം നമുക്കിത് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ മാനുവലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവറും വരുന്നുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. നമുക്കിപ്പം വീട്ടിൻ്റെ പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ കവറിനകത്തായിട്ട് അത് സൂക്ഷിച്ചു കൊണ്ടുപോകാം. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ അതെല്ലാം അവരതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പല ലാംഗ്വേജിലുള്ളത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ അകത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. നമുക്കിതൊന്ന് നോക്കാം, അല്ലേ? അപ്പം ഈ ഒരു ഇത് വളരെ ഹാൻഡിയാണ്. നമുക്ക് കയ്യിൽ ശരിക്കും നോർമലായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിലാണ് അത് വന്നേക്കുന്നത്. അപ്പം അതിന് 2 ബട്ടണുണ്ട്. പിന്നെ 2 നോസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഫൻറ്റ് സൈസാണ്. നമുക്കത് കാണുമ്പോൾ അറിയാം. ഒന്ന് ഒരു നോർമലായിട്ടുള്ളൊരു ടോഡ്ലറിൻ്റെ സൈസ്. അപ്പം ഏത് നോസിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അതാണ് കുഞ്ഞിൻ്റെ മൂക്കിൽ പോയി വളരെ ഹാർഡായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഈ മുകളിലത്തെ ഈ സംഭവം നമുക്കത് ഇങ്ങനെ നീട്ടിയിട്ട് നമുക്ക് യൂസ് കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ ആയിരിക്കും സെക്രേഷൻ എല്ലാം വന്നിട്ടിൻ്റെ അകത്തായിരിക്കും നിറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് ഇങ്ങനെ തിരിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇതിൽ കൂടിയാണ് ഈ സക്ഷൻ സംഭവിക്കുന്നത്. കണ്ടോ ഹോൾ കണ്ടോ? നമുക്കത് ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പം അത് ഫിറ്റായിട്ട്. അപ്പം ഇവിടെ ഒരു സക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു കമ്പുണ്ട്. അപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇതിനകത്തൂടെ എയർ നെഗറ്റീവ് പ്രഷറുണ്ട്. അതുവഴിയാണ് ഈ സക്ഷൻ സംഭവിക്കുന്നത്. അപ്പം
ഇതിൻ്റെ കവറിൽ ബാറ്ററി ഉൾപ്പെടെയാണ് വരുന്നത്. നമുക്ക് ഈ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് ഓൺ ആക്കുമ്പം ഈ ഒരു ശബ്ദം കേൾക്കാം, സക്ഷൻ ചെയ്യുന്നതിൻ്റെ. നമുക്കിവിടെ ഈ സൈഡിൽ കൂടി ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ആ കാറ്റ് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മാക്സിമം എന്ന്. അപ്പോൾ ഇത് ഈ ഒരു ലെവൽ വരെ എത്താൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇത് ഊരിയിട്ട് വാഷ് ചെയ്തിട്ട് വേണം വീണ്ടും നമ്മൾ കുഞ്ഞിന് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇത് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റണ്ണിങ് വാട്ടറിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് മാറ്റിയിട്ട് ഈ ഒരു പോർഷൻ വെള്ളത്തിലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകവും ഡീപ്പ് ക്ലീൻ ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് ശരിക്കും യൂസ്ഫുള്ളാണ്. നിങ്ങളൊരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാനാണേലും ആർക്ക് ഒരു പുതിയ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പം എല്ലാ അമ്മമാരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്രൗണിൻ്റെ നേസൽ ആസ്പിറൻറ്റ്. ഞാനിത് റേറ്റ് ചെയ്യുവാണെങ്കിൽ 10 ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യും. കാരണം ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പം നിങ്ങളും ഒരു തവണയൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.